ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിന്റെയും കെ എസ് ബൈജുവിന്റെയും ജാമ്യാപേക്ഷകളിൽ കൊല്ലം വിജിലൻസ് കോടതി ഉടൻ വിധി പറയും. ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ഫയൽ ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് അയക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ വാദം. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി എൻ വാസുവിന്റെയും കെ എസ് ബൈജുവിന്റെയും ഒക്കെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ഫയൽ ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് അയക്കുക മാത്രമാണ് ചെയ്തതെന്ന വാദമുണ്ട്. അവർ പറയുന്ന അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എപ്പോഴാണ് ഈ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമാവുക? വെരി ഗുഡ് മോർണിംഗ് ബോത്ത് ഓഫ് യു. ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വാദപ്രതിവാദങ്ങളാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കൊല്ലം വിജിലൻസ് കോടതിയിൽ നടന്നത്. ഈ ശബരിമല മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് താൻ ദേവസ്വം കമ്മീഷണർ ഇരിക്കുന്ന സമയത്താണ് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് താൻ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ, അത് ഉദ്യോഗസ്ഥർ എഴുതി നൽകിയ ഫയൽ, അത് ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്കാണ് അയച്ചത്. താൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല, ഒരു റെക്കമെൻഡേഷൻ നോട്ട് പോലും തയ്യാറാക്കിയിട്ടില്ല. ഫോർവേഡിംഗ് നോട്ടാണ് താൻ തയ്യാറാക്കിയത്. അത് സ്വാഭാവികമായും തന്റെ ചുമതലയാണ്. അതിനപ്പുറം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല എന്ന വാദമാണ് എൻ വാസു മുന്നോട്ട് വെക്കുന്നത്. ഇതിനുശേഷം നടന്ന കാര്യങ്ങളിലും തനിക്ക് അറിവുണ്ടായിരുന്നില്ല. ഇമെയിൽ മുഖാന്തരമുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ്. ഉദ്യോഗസ്ഥ എന്ന നിലയിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലയിലും താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇത് പൂർണ്ണമായി എതിർക്കുന്നുണ്ട്. കാരണം ഉദ്യോഗസ്ഥ നിലയിൽ ഇക്കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർണ്ണമായ വീഴ്ചയാണ് എന്നുള്ളതാണ് തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് എൻ വാസുവിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി കൊല്ലം വിജിലൻസ് കോടതിയാണ് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. മറ്റൊന്ന് കെ എസ് ബൈജുവിന്റെ കാര്യത്തിലാണ്. കെ എസ് ബൈജുവും ഇക്കാര്യത്തിൽ താൻ യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് കോടതിക്ക് മുമ്പിൽ കണ്ട കാഴ്ച. ചില ഉദ്യോഗസ്ഥർ തന്നെ ബലിയാടാക്കി. മഹസറിൽ ഒപ്പിടുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ തനിക്ക് സമയമുണ്ടായിരുന്നില്ല. ആ കാര്യങ്ങൾ താൻ പരിശോധിച്ചാൽ അശ്രദ്ധക്കുറവുണ്ടായി എന്നുള്ളതാണ്. അത് തന്റെ ഭാഗത്തെ ചെറിയ വീഴ്ചയാണ്. പക്ഷേ കൊള്ളയിൽ, ഈ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല. ഒരു ഉദ്യോഗസ്ഥ വീഴ്ച എന്നുള്ളതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കെ എസ് ബൈജുവിന്റെ വാദം. ഈ കേസുകളിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3-നും അതുപോലെ തന്നെ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നും, ഒരുപക്ഷെ ഇന്ന് കോടതി ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ല, ഡിസംബർ 1-ലേക്ക് ഈ കേസ് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസുകളിലും കോടതി വിധി പ്രസ്താവത്തിലേക്ക് കടക്കുമ്പോൾ ഏറെ നിർണായകമാവുക ആദ്യമായിട്ടായിരിക്കും ഈ കേസിൽ ഒരാൾക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ ഈ കേസിൽ കെ എസ് ബൈജുവിനാണോ അത് എൻ വാസുവിനാണോ എന്ന സ്വാഭാവികമായ ഒരു കാര്യം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷന്റെ ഏത് വാദമാണ് അടിസ്ഥാനമില്ലാതെ പോകുന്നതെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറമുള്ള ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ആ വിവരങ്ങൾ കൂടി ഇവർക്കെതിരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വിവരങ്ങൾ കൂടി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ തയ്യാറായിട്ടുണ്ട്. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.